മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 14 ശനി. പ്രവാസ ജീവിതം നയിച്ച താനിഖുർ റഹ്മാനെ തിരിച്ചുകൊണ്ടുവന്ന് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും തെരഞ്ഞെടുപ്പ് വിജയവും സമ്മാനിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് തീർച്ചയായും ബംഗ്ലാദേശിൽ സുസ്ഥിരതയും വികസനവും സാധ്യമാവുമെന്ന പ്രതീക്ഷ തന്നെയാകുമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ബംഗ്ലാദേശിൽ ജനാധിപത്യ പുലരി. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി 3-2 ഭൂരിപക്ഷത്തോടെ വൻ വിജയമാണ് കൊയ്തിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷ ബീഗം ഖാലിദ സിയയുടെ പിൻഗാമിയായി അവരോധിക്കപ്പെട്ട മകൻ താരിഖുർ റഹ്മാൻ ബംഗ്ലാ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമെന്നും സുനിശ്ചിതമായിരിക്കുന്നു. 1400 പേരെയെങ്കിലും വെടിവെച്ച് കൊന്ന് ജനകീയ മുന്നേറ്റമെന്ന് വിളിക്കേണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തി ഭരണത്തിൽ തുടരാൻ ആഗ്രഹിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് രാഖിരാമാനം ഇന്ത്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നതോടെയാണ് നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല ഗവൺമെന്റ് രാജ്യത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയതും ജനകീയ സർക്കാരിനെ ഭരണ ചുമതലയേൽപ്പിക്കാൻ വഴിയൊരുക്കിയതും. 15 വർഷക്കാലം തുടർച്ചയായി ഭരണത്തിലിരിക്കെ ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ നേതാവിനെ തടവിലിട്ടും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖ നേതാക്കളെ തൂക്കിലേറ്റിയും ആ പാർട്ടിക്ക് വിലക്കേർപ്പെടുത്തിയതുമാണ് അധികാരം നിലനിർത്തിയത് എന്ന സത്യം മറക്കാനാവില്ല. ഇതിനെതിരെ ഉയർന്ന ശബ്ദങ്ങളെയാകെ ബലപ്രയോഗത്തിലൂടെ ഒതുക്കുകയായിരുന്നു അവർ. ഭരണകൂട തേർവാഴ്ച സകല പരിധികളും ലംഘിച്ചപ്പോഴാണ് വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ രണ്ടും കൽപ്പിച്ച് തെരുവിലിറങ്ങിയത്. പ്രക്ഷോഭം ആക്രമണങ്ങളിലേക്ക് വഴുതിയപ്പോൾ സുരക്ഷാ സേനയെ കയറൂരിവിടാൻ സർക്കാർ തയ്യാറായി. അതിൻ്റെ രക്തരൂക്ഷിത പരിണാമം പ്രധാനമന്ത്രിയുടെ ഒളിച്ചോടലിൽ കലാശിക്കുകയും ചെയ്തു. ബീഗം ഖാലിദ സിയയുടെ ദീർഘകാല ജയിൽ ജീവിതം അവരുടെ ജനസമ്മതി കുറയ്ക്കാനല്ല കൂട്ടാനാണ് വഴിയൊരുക്കിയത് എന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നു. മകൻ താരിഖുർ റഹ്മാൻ നാടുവിട്ട് സുദീർഘകാലമായി പ്രവാസ ജീവിതം നയിക്കെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്ന് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ഇലക്ഷനിൽ അഭൂതപൂർവമായ വിജയവും സമ്മാനിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് തീർച്ചയായും ബംഗ്ലാദേശിൽ സുസ്ഥിരതയും വികസനവും സാധ്യമാവുമെന്ന പ്രതീക്ഷ തന്നെയാവണം. അന്താരാഷ്ട്ര പിച്ചച്ചട്ടി എന്ന് മുൻ US വിദേശകാര്യ സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ വിശേഷിപ്പിച്ച ബംഗ്ലാദേശ് അത്തരം പരിഹാസ്യങ്ങളെയൊക്കെ തരണം ചെയ്ത് സാമാന്യം ഭേദപ്പെട്ട സമ്പദ് വ്യവസ്ഥ കൈവരിക്കുന്നുണ്ടെങ്കിലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ആമൂലാഗ്രം ഗ്രസിച്ച അഴിമതിയും വേട്ടയാടുകയാണ് ആ രാജ്യത്തെ. അതെല്ലാം അവസാനിപ്പിച്ച് ബംഗ്ലാദേശിനെ 2034 ആവുമ്പോഴേക്ക് $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി ഉയർത്തിക്കൊണ്ടുവരുമെന്നതാണ് BNPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. കൂടുതൽ വിദേശ നിക്ഷേപരെ ആകർഷിച്ചും ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരെ പിന്തുണച്ചും ലക്ഷ്യം നേടാനാവുമെന്നവർ കരുതുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തുണി വ്യവസായത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കുമെന്നും പാർട്ടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ ഒരു പരിധിവരെയെങ്കിലും കൈവരിക്കണമെങ്കിൽ അവാമി ലീഗിനെ തളർത്തിയ അഴിമതിയെയും സ്വജനപക്ഷപാതിത്വത്തെയും വിദേശ ശക്തികളോടുള്ള അതിരുകവിഞ്ഞ വിധേയത്വത്തെയും അതിജീവിക്കാൻ താരിഖുർ റഹ്മാന് സാധിക്കണം. ഷെയ്ഖ് ഹസീന ബന്ധം ശക്തിപ്പെടുത്തിയ ചൈന, അമേരിക്ക എന്നീ വൻ തോക്കുകളുമായി ഉറ്റ സുഹൃത്ത് ഇന്ത്യയുമായുള്ള ബന്ധവും പുതിയ സർക്കാരിൻ്റെ നയതന്ത്രജ്ഞതയുടെ മുന്നിലുള്ള ചോദ്യങ്ങളാണ്. വിശിഷ്യ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ശക്തിപ്പെട്ട അരക്ഷിതാവസ്ഥ ദൂരീകരിക്കാൻ BNP സർക്കാരിന് സാധിക്കേണ്ടതുണ്ട്. ഒപ്പം ഗർഹണീയ കുറ്റങ്ങളാൽ ഇതിനകം അന്താരാഷ്ട്ര ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ച ഹസീനയെ പുതിയ ജനകീയ സർക്കാരിന് കൈമാറാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു തൊട്ടടുത്ത അയൽരാജ്യവുമായുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാവി ബന്ധം. ഒരു വേള അധികാരത്തിലേറുമെന്ന് വരെ നിരീക്ഷകർ പ്രതീക്ഷിച്ച ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന് ലക്ഷ്യപ്രാപ്തിയുടെ അടുത്തൊന്നും എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രകടമായ പ്രത്യേകത. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നേടിയതിനേക്കാൾ 3 ഇരട്ടി സീറ്റുകൾ ഇത്തവണ നേടാനായതുകൊണ്ട് മാത്രം ഡോക്ടർ ഷഫീഖുർ റഹ്മാന്റെ പാർട്ടിക്കും മുന്നണിക്കും ആശ്വസിക്കാനാവില്ല. അതേസമയം ഇലക്ഷനിൽ ഭൂരിപക്ഷം നേടിയാലും ഒരു ദേശീയ ഗവൺമെന്റിനാണ് തങ്ങൾ ശ്രമിക്കുക എന്ന ജമാഅത്ത് നേതാവിന്റെ മുൻ വാഗ്ദാനം തിരിച്ചറിവുകളുടെ ഫലമാണെങ്കിൽ ആ മനോഭാവമാണ് ക്രിയാത്മക പ്രതിപക്ഷമാവാൻ പാർട്ടിക്ക് പ്രചോദനമാവേണ്ടത്. ഏതു വിധേനയും എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യമായി മാറാൻ നമ്മുടെ അയൽ രാജ്യത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മാധ്യമം പോഡ്കാസ്റ്റ്.